സ്റ്റുഡൻസ്, എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇത് നമ്മൾ എടുക്കുന്നത് ഇംഗ്ലീഷിലെ ചാപ്റ്റർ 7 ആണ്, ആഫ്റ്റർ 20 ഇയേഴ്സ്. അപ്പം ഈ ഒരു ആഫ്റ്റർ 20 ഇയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് 20 വർഷത്തിന് ശേഷം. അപ്പം ഈ ഒരു 20 വർഷത്തിന് ശേഷം ഈ ഒരു ടൈറ്റിൽ തന്നെ എന്തോ ഒരു കഥയെക്കുറിച്ചിട്ട് പറയുകയാണ് അല്ലേ. 20 വർഷത്തിന് ശേഷം എന്തോ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കഥയിൽ പറയുന്നത് 2 ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണ്. 20 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്ന 2 ഫ്രണ്ട്സിനെ കുറിച്ചിട്ട്. അപ്പം ചെറിയ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ സമ്മറിയാണ് മുൻപത്തെ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി പറയുന്നില്ല. അപ്പം ക്ലാസ്സിലേക്ക് കിടക്കാം. A policeman confidently walked around the deserted nighttime street of New York City in cold, windy, wet weather. അപ്പോൾ എന്താണ് ഈ ഒരു പോലീസ്മാൻ ഫസ്റ്റ് പറയുന്നത്? അതായത് ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പോലീസ്മാനെ കുറിച്ചിട്ടാണ്. പോലീസ്മാനെ എങ്ങനെ ഒരു ഡെസേർട്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജനമായിട്ടുള്ള. എപ്പോഴാണ് ഈ ഒരു പോലീസ്മാന് നടക്കുന്നത് വെച്ചാൽ നൈറ്റ് ടൈം അല്ലേ. ആ ഒരു നൈറ്റ് ടൈമിലാണ് അദ്ദേഹം ഇങ്ങനെ നൈറ്റ് പെട്രോൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ പോലീസ്മാനും നൈറ്റ് പെട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഈ സംഭവം അല്ലേ പറയുന്നത്, വിശദമാക്കുന്നത്. അപ്പോൾ അവിടെയുള്ള അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് അല്ലേ, വിൻഡി ആൻഡ് വെറ്റ് വെതർ. അവിടെ എന്താണ്? തണുത്ത. വിൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റുള്ള. ആൻഡ് വെറ്റ് വെതർ എന്ന് വെച്ചാൽ ആർദ്രമായിട്ടുള്ള കാലാവസ്ഥയെയാണ് വെറ്റ് വെതർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ഈ ഒരു ന്യൂയോർക്ക് സിറ്റിയിൽ ഇപ്പോഴും അറ്റ്മോസ്ഫിയർ എങ്ങനെയുള്ളതാണ്. നല്ല തണുത്തിറങ്ങിയ അറ്റ്മോസ്ഫിയറാണ്. കൂടാതെ നൈറ്റ് ടൈമുമാണ്. നൈറ്റ് ടൈമിൽ എന്താണ് കുറച്ചും കൂടെ ആ ഒരു കാലാവസ്ഥ ലൈക്ക് അവിടെ ഉണ്ടാവുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ നന്നായിട്ട് തണുക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു രാത്രി കാലത്ത് അത്രയും അതിശൈത്യമുള്ള ടൈമിൽ പോലീസ്മാൻ പെട്രോളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഹി വാസ് വെരി ഇംപ്രസീവ് ആസ് ഹി കംപ്ലീറ്റഡ് ഹിസ് റൗണ്ട്സ് ആൻഡ് കോൺഫിഡൻ്റ്ലി ചെക്ക് ദി ലോക്സ് ഓഫ് എവറി ഡോർ ടു ബി ഷുവർ ദേ വർ സെക്യൂർഡ്. അപ്പം ഈ ഒരു പോലീസ് എന്താണ് എല്ലാ വീടോ അവിടെയുള്ള കടകമ്പോളങ്ങൾ എല്ലാം അടച്ചിട്ടുണ്ടല്ലോ എന്ന് ചെക്ക് ചെയ്യാണ് രാത്രി ടൈമിൽ. അപ്പോൾ ഇയാൾ പ്രിറ്റി ഇംപ്രസീവാണ് അല്ലേ. അയാൾ കോൺഫിഡൻ്റ് ആണ്, എല്ലാം സെക്യൂർഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. യാതൊരുവിധ റോബറിയോ കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നുമില്ല. എല്ലാം എങ്ങനെയാണോ ക്ലോസ് ചെയ്തിട്ട് ഉള്ളത് അതേപോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ എങ്ങനെ ആ ഒരു ഫൈനൽ റൗണ്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ആൻഡ് ദെൻ the area was deserted and there were very few people around and most of the businesses had already closed for the day. അപ്പോൾ എന്താണ് വീണ്ടും ആ കാര്യം പറയാണ്. ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേർട്ടഡ് ആണ് അല്ലേ, വിജനമായിട്ടുള്ള പ്രദേശമാണ്. പിന്നെ അവിടെ എന്താണ് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. there were very few people, കുറച്ച് ആൾക്കാരുണ്ട് അറൗണ്ട് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഹാഡ് ഓൾറെഡി ക്ലോസ്ഡ് ഫോർ ദ ഡേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ബിസിനസ് ആണെങ്കിലും അതിൽ ഉണ്ടാവും. ഇപ്പോൾ ഷോപ്പാണെങ്കിൽ, ടീ ഷോപ്പാണെങ്കിലും, മെഡിക്കൽ സ്റ്റോറോ, ഇനിയിപ്പം എന്താണ് ഡ്രസ്സിൻ്റെ ഷോപ്പാണെങ്കിലും, അത്തരത്തിലുള്ള എല്ലാ ബിസിനസ്സും ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നൈറ്റ് ടൈം ആണല്ലോ വരുന്നത്, രാത്രി കാലം ആയിട്ടുണ്ട്. എവറിത്തിങ് വിൽ ബി ക്ലോസ്ഡ് ഓൺ ദാറ്റ് ടൈം. അപ്പം ഇവിടെ എല്ലാ ബിസിനസ്സും ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട്. ദ പോലീസ്മാൻ വാസ് അലേർട്ട്. The policeman suddenly slowed when he noticed a man standing in a darkened doorway. അപ്പം കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് പോലീസ്മാനെ ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കാണാമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്ന് പതുക്കിയാക്കൂലേ. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പോലീസ്മാനെ ഒന്ന് പതുക്കി അതുവരെ നടന്നിരുന്ന സ്പീഡ് ഒന്നുകൂടെ പതുക്കി കുറച്ചു. ആൻഡ് ദെൻ അയാൾ നോക്കുമ്പോൾ ഒരു മാൻ അവിടെ ഒരു ആ ഒരു ഡോർവേൻ്റെ അവിടെ ആയിട്ട് നിൽക്കുകയാണ്. വെച്ചാൽ ഡാർക്ക് ഉണ്ട്, അവിടെ എന്താണ് ഇരുണ്ടിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? ദാറ്റ് ഈസ് അയാളുടേത് അത്ര തന്നെ വ്യക്തമല്ല അല്ലെ, മുഖം അത്ര തന്നെ വ്യക്തമല്ല. ആൻഡ് കുറച്ചും കൂടെ അദ്ദേഹം മുന്നിലേക്ക് നടന്നു കഴിഞ്ഞപ്പോഴാണ്
The man had a little white scar near his right eyebrow and wore a scarf pin with a large diamond. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പോലീസുകാരന് മനസ്സിലാവുന്നത്, അതായത് ആ ഒരു ആളുടെ പ്രകൃതി പറയുകയാണ് ഇപ്പം പോലീസ് അവിടുന്ന്, അതായത് അവിടെ എന്താണ് അയാളുടെ ഐബ്രോൻ്റെ മുകളിൽ, റൈറ്റ് ഐബ്രോ വലത് പിരുകത്തിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് സ്കാർ ഉണ്ട്, ഒരു മാർക്ക് ഉണ്ട് അവിടെ വരുന്നുണ്ട്. അത് മേ ബി എന്തെങ്കിലും ഇൻസിഡൻറ്റ് മുഖേന തട്ടിയതായിരിക്കും അല്ലേ അവിടെ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു വൈറ്റ് സ്കാർ കാണുന്നുണ്ട്. കൂടാതെ എന്താണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള സ്കാർഫ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു പിന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്കാർഫിന് എന്താണ് വെച്ചാൽ ഡയമണ്ട് കൊണ്ടാണ് ആ ഒരു സ്കാർഫിന് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്കാർഫിൻ വിത്ത് എ ലാർജ് ഡയമണ്ട്. Seeing the police officer walking toward him, the man explained that he was waiting for his childhood friend. അപ്പം നമ്മുടെ പോലീസുകാരനെ അയാളുടെ അടുത്തേക്കായിട്ട് പോവുകയാണ്. അറ്റ് ദ സെയിം ടൈം അയാളും ഇങ്ങനെ പോലീസുകാരനെ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ സീയിങ് ദ പോലീസ് ഓഫീസർ വാക്കിംഗ് ടുവേർഡ് ഹിം, അതായത് പോലീസുകാരൻ അയാളുടെ അരികിലേക്ക് നടന്നു വരുന്നത് കണ്ടയുടനെ തന്നെ ഇയാൾ പറയുകയാണ് പോലീസുകാരനോടായിട്ട്. The man explained that he was waiting for his childhood friend. അപ്പോൾ എന്താണ് ഇയാൾ പറയുന്നത്, ആ ഒരു സ്ട്രേഞ്ചർ പോലീസുകാരനോട് എന്താ പറയുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന്. അയാളുടെ പേരെന്താണ്, ജിമ്മി വെൽസ്. അപ്പോൾ എന്താണ് പേര്, ജിമ്മി വെൽസ്. അപ്പം രാത്രി ടൈമിൽ ഇവിടെ പോലീസുകാരൻ നൈറ്റ് പെട്രോളിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിലാണ് ഒരാളെ അവിടെ അപ്രതീക്ഷിതമായിട്ട് ആ പോലീസുകാരൻ കാണുന്നത്. ആളൊരു വൈറ്റ് സ്കാർ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഐബ്രോൻ്റെ മുകളിലായിട്ട് കാണുന്നുണ്ട്. ഒരു സ്കാർഫ് പിന്ന്, ഡയമണ്ടിലുള്ള സ്കാർഫ് പിന്നുണ്ട്. ഇതാണ് അയാളുടെ ഒരു രൂപരേഖ പറയുന്നത്. അതിന് ശേഷം ഈ ഒരു പോലീസുകാരൻ അയാൾ അടുത്തേക്ക് പോകുന്നത് കണ്ട ഉടനെ തന്നെ ഇയാൾ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു ഫ്രണ്ടിൻ്റെ പേരെന്താ വരുന്നത്, ജിമ്മി വെൽസ് എന്നാണ്. 20 years ago they had both agreed that they would meet at Big Joy Brady's restaurant at 10 p.m. on this date. The police officer informed the man that the restaurant had closed 5 years ago. അപ്പോൾ എന്താണ് പറയുന്നത്, 20 വർഷത്തിന് മുൻപേ അല്ലേ, 20 വർഷങ്ങൾക്ക് മുൻപേ, അതാണ് 20 years ago എന്ന് പറയുന്നത്. എഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതാണ് പറയുന്നത് കേട്ടോ. They had both agreed that they would meet at Big Joy Brady's restaurant at 10 p.m. on this date. അതായത് 20 വർഷങ്ങൾക്ക് മുൻപേ ഇവർ രണ്ടുപേരും ഈ ഒരു സ്ട്രേഞ്ചറും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മി വെൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റ് 10 മണിക്ക് ഈ ഒരു ദിവസം, ഈ ഒരു ഡേറ്റിന് നമ്മൾ എന്ത് കാണും, ഈ ഒരു ബിഗ് ജോയ് ബ്രാഡീസ് റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിലായിട്ട് മീറ്റ് ചെയ്യണമെന്ന് രണ്ടുപേരും അന്ന് പറഞ്ഞതായിരുന്നു. അപ്പോഴാണ് ആ ഒരു പോലീസുകാരൻ പറയുന്നത്, ഇൻഫോം ചെയ്യുന്നത്, ദ പോലീസ് ഓഫീസർ ഇൻഫോംഡ് ദ മാൻ ദാറ്റ് ദി റെസ്റ്റോറൻറ്റ് ഹാഡ് ക്ലോസ്ഡ് 5 years ago. അപ്പോൾ ആ ഒരു പോലീസുകാരൻ ഈ സ്ട്രേഞ്ചറിനോടായിട്ട് പറയാണ്, അതായത് ഈ ഒരു നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അതുണ്ടല്ലോ 5 years മുൻപേ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് എന്ന്. ഓക്കെ. However, the man added that 20 years ago he had dined at Big Joy Brady's with his best friend Jimmy. They had been as close as brothers. അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, 20 വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ബിഗ് ജോയ് ബ്രാഡീസ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ എന്താണ് ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലാണ് ഇതിനെക്കുറിച്ച് 20 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യണം, ഇതേ ടൈം ഇതേ ഡേറ്റിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇയാൾ പറഞ്ഞു, ഞങ്ങൾ ഒരു ഫ്രണ്ട്സിൽ എന്നതിലുപരി ശരിക്കും ഞങ്ങളൊരു ബ്രദേഴ്സിൻ്റെ ബോണ്ടാണ് ഞങ്ങളുള്ളതെന്നാണ് ഇദ്ദേഹം ഈ ഒരു സ്ട്രേഞ്ചർ പോലീസുകാരനോട് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. He was 18 then and Jimmy was 20. അപ്പം ആ ഒരു സ്ട്രേഞ്ചർ പോലീസുകാരനോട് പറയാണ്, എന്താണ്, എനിക്ക് 18 വയസ്സേ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മിക്ക് 20 വയസ്സുണ്ടായിരുന്നു, അതായത് 20 വയസ്സുണ്ടായിരുന്നു. They then decided that they would meet there again exactly 20 years from that date and time. അപ്പോൾ എന്താണ്, അപ്പോഴേ ആ ഒരു 20 വർഷങ്ങൾക്ക് മുൻപേ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും 20 വർഷങ്ങൾ എന്ത് സിറ്റുവേഷനിലാണെങ്കിലും രണ്ടുപേരും ഈ ഒരു ടൈമിലും ഡേറ്റിലുമായിട്ട് തീർച്ചയായിട്ടും കാണുമെന്ന്. നോ മാറ്റർ വാട്ട് ദെയർ കണ്ടീഷൻസ് മൈറ്റ് ബി, എന്തുണ്ടായാലും നമ്മുടെ കണ്ടീഷൻസ് എന്തുണ്ടായാലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ 20 വർഷത്തിന് ശേഷം തീർച്ചയായിട്ടും
കാണണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The next morning he left for the west to make his fortune while Jimmy stayed on in New York. അപ്പം ഈ ഒരു 20 വർഷങ്ങൾക്ക് മുൻപേ ഈ ഒരു സന്ദർഭത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ, അതായത് 20 വർഷം കഴിഞ്ഞാലും നമുക്ക് കാണണമെന്ന് പറഞ്ഞതിൻ്റെ നെക്സ്റ്റ് മോർണിംഗിൽ തന്നെ നമ്മുടെ ഈ ഒരു സ്ട്രേഞ്ചർ എന്താണ്, ഈ ഒരു ന്യൂയോർക്ക് സിറ്റീൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്താണ്, അയാളുടെ നല്ല ഭാഗ്യത്തിന് വേണ്ടി, നല്ല ഗുഡ് ഫോർച്യൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇവിടെ അതായത് നല്ലൊരു ജോബ് അന്വേഷിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല മണി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇയാളുടെ ഈ ഒരു സ്ട്രേഞ്ചറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മി വെൽസ് എന്താണ്, അദ്ദേഹം ഈ ഒരു ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ദ പോലീസ്മാൻ ഫൗണ്ട് ദ സ്റ്റോറി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ട്രേഞ്ചർ പോലീസുകാരനോട് അയാളുടെ സ്റ്റോറി പറയുമ്പോൾ പോലീസുകാരന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഹി ആസ്ക്ഡ് ദ മാൻ ഇൻ ദ ഡോർവേ ഇഫ് ഹി ഹാഡ് എവർ ഹിയർഡ് ഫ്രം ഹിസ് ഫ്രണ്ട് സിൻസ് ദെൻ. അപ്പം ഈ ഒരു പോലീസുകാരൻ നമ്മുടെ സ്ട്രേഞ്ചറിനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ ഒരു 20 വർഷത്തിന് അതായത് നിങ്ങളെന്താണ് നിങ്ങളുടെ ഫ്രണ്ടിനെ അത് കഴിഞ്ഞിട്ടും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഫ്രണ്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നോ എന്ന്. The man replied, said that they had lost track of each other a year or two after they parted, but was sure that if Jimmy was alive he would come. അപ്പം ഈ ഒരു സ്ട്രേഞ്ചർ നമ്മുടെ പോലീസുകാരനോട് പറയാണ്, നമ്മൾ ഈ ഒരു 20 വർഷത്തിന് ശേഷം കാണണമെന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞതിൽ പിന്നെ ഒരു 1-2 വർഷം വരെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോയി അല്ലേ, രണ്ടുപേരും 2 വഴിക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പാണ് എൻ്റെ ജിമ്മി തീർച്ചയായിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. ഹി വുഡ് കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തീർച്ചയായിട്ടും വരുന്നു അല്ലേ. ജസ്റ്റ് ആസ് ഹി ഹാഡ് ട്രാവൽഡ് 1000 miles ടു ബി ദർ. എന്താണ്, ഇവിടെ സ്ട്രേഞ്ചർ അത്രയും കിലോമീറ്റേഴ്സ് എടുത്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലേ. Then he pulled out a handsome watch, the lid of which was set with a small diamonds. Noting the man's expensive jewelry, the police officer observed that the man must have been successful in his endeavors. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്, അതായത് അപ്പം ദെൻ ഹി പുൾഡ് ഔട്ട് ഹാൻസം വാച്ച്. അതായത് ഇവിടെ പറയുന്നത് അയാൾ ആ ഒരു സ്ട്രേഞ്ചർ സമയം എത്രയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വാച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാച്ചിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് നെക്സ്റ്റ് ലൈൻസിൽ പറയുന്നത്. വിത്ത് സ്മോൾ ഡയമണ്ട്സ് അല്ലേ, അതിൻ്റെ ലിഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ ഡയമണ്ടിൻ്റെ കല്ലുകൾ കൊണ്ടാണ്. ശരിക്കും അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ജ്വല്ലറി കളക്ഷൻ തന്നെയായിരുന്നു. അപ്പം എന്താണ്, പോലീസുകാരെ മനസ്സിലാക്കുകയാണ് അയാൾ അത്രയ്ക്കും എന്താണ്, അയാൾ വെസ്റ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ ജോലീൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അയാൾ അതിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഈ ഒരു പോലീസുകാരന് മനസ്സിലാവുകയാണ്. സക്സസ്ഫുൾ ഇൻ ഹിസ് എൻഡീവേഴ്സ് എന്ന് വെച്ചാൽ ശ്രമം എന്നാണ് കേട്ടോ വരുന്നത്. ആൻഡ് ദ മാൻ കൺഫേംഡ് ദിസ്, എക്സ്പ്ലെയിനിങ് ദാറ്റ് വൈൽ ഇൻ ദ വെസ്റ്റ് he had to pit words against some of the sharpest wit for his fortune. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്, ഈ ഒരു സ്ട്രേഞ്ചർ കൺഫേം ചെയ്യാണ് വെസ്റ്റിലൊക്കെ എന്താണ് താമസിക്കുമ്പോൾ വളരെ ബുദ്ധിശാലികളായിട്ടുള്ളവരോട് മത്സരം ചെയ്ത് മാത്രമേ തനിക്ക് ഭാഗ്യം നേടാനാവൂ എന്ന് ഈ ഒരു മാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. He hoped his friend, who was slower, had done half as well as him at this point. The police officer wished the man a good night and a successful reunion and moved on to continue his patrol. അപ്പം എന്താണ്, അപ്പം ഇയാൾ ഇവിടെ മനസ്സിലാക്കുകയാണ്, ദറ്റ് ഈസ് അയാളുടെ കമ്പയറിങ് ടു ഹിം, ഈ ഒരു സ്ട്രേഞ്ചറിനെ കമ്പയർ ചെയ്യുമ്പം ജിമ്മി വെൽസ് എന്താണ്, ഇറ്റ്സ് മച്ച് സ്ലോവർ അല്ലേ, കുറച്ച് എക്സ്പെൻസീവ്, എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല അയാളുടെ ലൈഫിൽ, ബട്ട് ഇറ്റ്സ് ഹാഫ് ഓഫ് ദ ഡൺ അല്ലേ.
ഈ ഒരു ജിമ്മി വെൽസ് എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു സ്ഥിതിയിൽ എത്തിക്കാണും. പിന്നെ അതിനുശേഷം ഈ ഒരു പോലീസുകാരന് നമ്മുടെ ഈ ഒരു സ്ട്രേഞ്ചറിനെ ഡോർവേയിൽ നിൽക്കുന്ന ആ ഒരു മനുഷ്യനോട് വിഷ് ചെയ്തിട്ട് ഗുഡ് നൈറ്റ് വിഷ് ചെയ്തിട്ട് അയാൾ പറയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ പറ്റട്ടെ, ഒരു സക്സസ്ഫുൾ റീയൂണിയൻ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, 20 വർഷത്തിന് ശേഷം കാണുകയാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഒരു പോലീസുകാരന് ബാക്കിയുള്ള ഇയാളുടെ ഡ്യൂട്ടിയിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. The man expressed his determination to wait some more, even as the weather became increasingly cold and rainy. അപ്പോൾ ഈ പോലീസുകാരൻ പോയതിന് ശേഷവും ശരിക്കും നമ്മുടെ ഈ ഒരു സ്ട്രേഞ്ചർ ഉണ്ടല്ലോ വീണ്ടും കുറച്ചധികം സമയത്തേക്ക് കൂടെ തൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ, തീർച്ചയായിട്ടും അവൻ വരും, എന്നെ കബളിപ്പിക്കില്ല, അല്ലെങ്കിൽ അവനെ തീർച്ചയായിട്ടും ജീവിച്ചിരിപ്പുണ്ട്, തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയിരിക്കുന്നു വിചാരിച്ചിട്ട് അവിടെ ഈ ഒരു സമയം അയാളെയും കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള വെതർ എങ്ങനെയാണ്, അത് ശരിക്കും രൂക്ഷമായിട്ടുള്ളൊരു കാലാവസ്ഥ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ശരിക്കും ആ ഒരു പ്രദേശം തണുത്തുറയുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസിംഗ്ലി കോൾഡ് ആൻഡ് റെയിനി അല്ലേ, അത്രയ്ക്ക് അതിശൈത്യത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ദ മാൻ ഹാഡ് വെയിറ്റഡ് അബൌട്ട് 20 minutes when a tall man in a long overcoat with a collar turned up to his ears. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു മനുഷ്യൻ സ്ട്രേഞ്ചർ ഒരു 20 മിനിറ്റ് നേരത്തെങ്കിലും പിന്നീട് വീണ്ടും കാത്തു നിന്നിട്ടുണ്ട് ഈ ഒരു പോലീസ് പോയതിന് ശേഷവും. അതിന് ശേഷമുണ്ട് ഒരു വലിയൊരു മനുഷ്യന് ഓവർകോട്ട് ഇട്ടിട്ട് വരുന്നുണ്ട്. അയാളുടെ കോളറ എങ്ങനെയാണ് ഇയറിൻ്റെ അയാളുടെ ചെവികൾക്ക് മുകളിൽ ആ ഭാഗത്തേക്കായിട്ടാണ് കോളർ അത്രയും പൊക്കിയിട്ട്, നമ്മളിപ്പം ചില ഡിറ്റക്റ്റീവ്സിനൊക്കെ കാണൂലേ ഇംഗ്ലീഷ് ഫിലിമിൽ, അതേ ആ ലുക്ക് ലൈക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്തേക്ക് വേറൊരു മനുഷ്യൻ, നേരിട്ടുള്ള ഒരു മനുഷ്യൻ വരുന്നത്. ഹി അപ്രോച്ച്ഡ് ഹിം ആൻഡ് ആസ്ക്ഡ് ഹിം ഇഫ് ഹി വാസ് ബോബ്. അപ്പോൾ ഈ ഒരു വലിയ മനുഷ്യന്, അതായത് വലിയ മനുഷ്യൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നീളത്തിൽ അല്ല വലുപ്പമുള്ള ആ ഒരു മനുഷ്യന് നമ്മുടെ ഈ ഒരു സ്ട്രേഞ്ചറിനെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണ്. എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ബോബാണോ എന്ന്. The man answered in the affirmative and asked excitedly if the tall man was the friend he had been waiting for. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ട്രേഞ്ചർ എന്താ ചെയ്യുന്നത്, യെസ് അഫർമേറ്റീവ്ലി അല്ലേ പറയാണ്, ഞാൻ തന്നെയാണ് ബോബ്. അപ്പം ഈ ക്യൂരിയസ് ആണ്, ഇത്രയും നേരം ഞാൻ കുറച്ചധികം നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു മുന്നിൽ നിൽക്കുന്ന വലിയ മനുഷ്യനാണോ എന്നുള്ള രീതിയിൽ എക്സൈറ്റഡ് ആണ് അയാൾ. ദേ ഗ്രീറ്റഡ് ഈച്ച് അതർ വാംലി ആൻഡ് ടോക്ക്ഡ് ഓഫ് ദ ഇയേഴ്സ് വെൻ ദേ ഹാഡ് ലോസ്റ്റ് ടച്ച്. അപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരാണ് ഫ്രണ്ട്സ്, 20 വർഷത്തിന് ശേഷം കാണാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒന്ന് ഗ്രീറ്റ് ചെയ്തു. ആൻഡ് അതിന് മുൻപേ കഴിഞ്ഞ അവരെപ്പോഴാണോ വേർപിരിഞ്ഞത് അതുവരെയുള്ള കുറച്ച് സംഭവങ്ങൾ അവർ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. Bob said that the worst had given him everything he asked for, while the tall man stated that he worked for the city and had done moderately well. അപ്പോൾ അവരുടെ സംഭാഷണത്തിൻ്റെ ഇടയിലായിട്ട് ബോബ് പറയാണ്, അതായത് ആ ഒരു സ്ട്രേഞ്ചറിൻ്റെ പേരാണ് കേട്ടോ ബോബ് എന്നിപ്പം പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രേഞ്ചർ അതല്ലെങ്കിൽ ബോബ് പറയാണ്, ഞാൻ എന്താണോ ചോദിച്ചത് അതൊക്കെ പടിഞ്ഞാറ് ആ ഒരു ന്യൂയോർക്ക് സിറ്റിൻ്റെ ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള അയാൾ എവിടെയാണോ പോയത് ആ സ്ഥലം എനിക്ക് തന്നിട്ടുണ്ടെന്ന്. അതായത് അയാളിപ്പം വലിയ റിച്ചാണ്, എന്ത് കാര്യം ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാലും അത് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്, നമ്മുടെ ബോബിനുണ്ടെന്ന് തുറന്നു കാട്ടാണ് ഇതിലൂടെ ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ബോബിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മി വെൽസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഒരു ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ കുറച്ചധികം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ കുടുംബത്തിനെ നോക്കിക്കൊണ്ട് പോകേണ്ട രീതിയിലേക്ക് ഞാൻ വളർന്നിട്ടുണ്ട് എന്ന്. മോഡറേറ്റ്ലി വെൽ എന്നാണ് പറഞ്ഞത് അല്ലേ, കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. ബോബ് കമൻറ്റഡ് ദാറ്റ് ജിമ്മി ഹാഡ് ഗ്രോൺ എ ഫ്യൂ ഇഞ്ചസ് സിൻസ് ദെയർ ലാസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ ഇവിടെ ബോബ് പറയാണ്, ആ ഒരു സ്ട്രേഞ്ചർ പറയാണ്, നീ കുറച്ചും കൂടെ ഇഞ്ച് വലുതായിട്ടുണ്ടെന്ന്, അതായത് കുറച്ചും കൂടെ ഇയാൾ ടോളായിട്ടുണ്ട്, ഫ്രണ്ട് ടോളായിട്ടുണ്ടെന്ന് ബോബ് പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവസാനം കണ്ട് മുട്ടിയതിൽ നിന്നും കുറച്ചും കൂടെ ഇഞ്ച് വലുതായിട്ടുണ്ട്.
Then they walked together to have a good long talk at a place chosen by the tall man till they came to a drugstore that was brilliantly lit with electric lights. അപ്പോൾ എന്താണ്, ഇവർ രണ്ടുപേരും ഇങ്ങനെ കഥയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നല്ലൊരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്ക് നടന്നാലും മാത്രം പോരാല്ലോ, വെതർ നല്ല മോശമായിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കുമല്ലോ കുറച്ചും കൂടെ നല്ലത്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പം എന്താണ്, ഈ ഒരു ടോൾ മാന്, അതായത് ജിമ്മി വെൽസ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ള അയാൾ ഈ ഒരു ബോബിനെ സ്ട്രേഞ്ചറെ കൊണ്ട് പോകുന്നത് എവിടത്തേക്കാണ്, ഒരു ഡ്രഗ് സ്റ്റോറിൽ. ഡ്രഗ് സ്റ്റോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ ഡ്രഗ് സ്റ്റോറായിട്ട് പറയുന്നത്. അപ്പം ഈ ഒരു മെഡിക്കൽ ഷോപ്പ് എങ്ങനെയാണ്, ദാറ്റ് വാസ് ബ്രില്യൻലി ലിറ്റ് വിത്ത് ഇലക്ട്രിക് ലൈറ്റ്സ്. അതായത് ഇലക്ട്രിക് ലൈറ്റ്സ് എന്താണ്, പ്രകാശപൂരിതമാണ്. നമ്മുടെ ഇലക്ട്രിക് ബൾബുകളാൽ ആ ഒരു മെഡിക്കൽ ഷോപ്പ് നല്ല ഭംഗിയായിട്ടുണ്ടെന്നാണ് പറയുന്നത്. They gazed at each other. Bob finally got a good look at the tall man's face, and the shape of the nose gave away the fact that the tall man was not Jimmy. അപ്പോൾ എന്താണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അവരവിടെ എത്തിയിട്ട് ഇവർ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് മുഖത്തോട് മുഖം നോക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഗേസ്ഡ് അറ്റ് ഈച്ച് അതർ. അപ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഈ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ബോബ് അവസാനം കണ്ടെത്തുകയാണ് ഈ നമ്മുടെ അവൻ്റെ ഫ്രണ്ടെന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ജിമ്മി വെൽസിന് എന്താണ്, അയാളുടെ മുഖത്തിൽ അയാളുടെ നോസിൻ്റെ വലിപ്പം കുറച്ചും കൂടെ അധികമായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ വേറെ നോസ് മുൻപത്തെ ഇയാളുടെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മി വെൽസിനെ പോലെയല്ല എന്ന്. ഓക്കെ, അപ്പം മനസ്സിലാക്കാണ് ഇത് തൻ്റെ മുന്നിലിരിക്കുന്ന ഇയാൾ എന്താണ്, ഈ ഒരു ടോൾ മാൻ അല്ല ജിമ്മി വെൽസ് എന്ന്. ഈ സ്റ്റോപ്പ്ഡ് സഡൻലി ആൻഡ് റിലീസ്ഡ് ഹിസ് ആം. അപ്പോൾ എന്താണ്, പെട്ടെന്ന് ഇവർ കൈ പിടിച്ചിട്ട് ആണല്ലോ ഇരിക്കുന്നത്. അപ്പം എന്താണ്, ആ ഒരു ആമ അവർ വിടുകയാണ് ചെയ്യുന്നത്. ബോബ് മനസ്സിലാക്കിയത് തൻ്റെ സുഹൃത്തല്ലാതെ മനസ്സിലാക്കിയവരുടെ അയാളുടെ കൈ പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. The tall man commented that 20 years had changed a good man into a bad one. അപ്പം തൻ്റെ മുന്നിലിരിക്കുന്ന ബോബിൻ്റെ മുന്നിലിരിക്കുന്ന ആ ഒരു വലിയ മനുഷ്യൻ ടോൾ മാൻ എന്ത് പറഞ്ഞു, ഒരു 20 വർഷം ഒരു നല്ല മനുഷ്യനെ ചീത്ത മനുഷ്യനാക്കി കളഞ്ഞു എന്ന്. ഇത്രയും കാലയളവ് കൊണ്ട് അയാളൊരു ബാഡ് വണ്ണായിട്ട് മാറിയിരിക്കുകയാണെന്ന്. He then revealed that Bob was under arrest as Chicago police officers had informed the New York police that Bob, a wanted criminal known as a Silky Bob, was in New York. അപ്പോൾ എന്താണ്, ഇവിടെ ആ ഒരു ടോൾമാൻ നമ്മുടെ ബോബിനോടായിട്ട് പറയാണ്, യു ആർ അണ്ടർ അറസ്റ്റ്. അതായത് എന്താണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചിക്കാഗോ പോലീസ് ഓഫീസർ ഇൻഫോം ചെയ്തിട്ടുണ്ട് ന്യൂയോർക്ക് പോലീസ് ഓഫീസേഴ്സിനോട്. ഒരു വാണ്ടഡ് ക്രിമിനലാണ് ഈ ഒരു സിൽക്കി ബോംബ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സിൽക്കി ബോംബ് ഇവിടെ ഈ ഒരു ന്യൂയോർക്കിൽ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇയാൾ എന്താണ് ഇത്രയും പടിഞ്ഞാറ് പോയിട്ട് ഉണ്ടാക്കിയത് എന്താണ്, അയാൾ വലിയ ക്രിമിനൽ കേസിലൊക്കെ ക്രിമിനലാണ്. അപ്പം അയാളുടെ പേരാണ് സിൽക്കി ബോബ് എന്ന് പറയുന്നത്. ഇപ്പം അയാൾ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടാണ് ചെയ്യുന്നത്. ബിഫോർ ദ ടോൾ മാൻ ലെറ്റ് ബോബ് അവേ, he said that he had been instructed to give a note written by a police officer named Wells. അപ്പം ഈ ഒരു ബോബിനെ അറസ്റ്റ് ചെയ്യുന്നതിന് കൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് അതിൻ്റെ ഇടയിലൂടെ തന്നെ നമ്മുടെ ഈ ഒരു ടോൾമാൻ ആരാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അദ്ദേഹം ഒരു കത്ത് നമ്മുടെ ഈ ഒരു ബോബിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കത്തേൽപ്പിക്കുന്നതോടുകൂടെ തന്നെ ഇയാൾ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ഈ ഒരു കത്ത് തന്നിരിക്കുന്നത് നമ്മുടെ തന്നെ ഇടയിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ഇയാളുടെ ആ ഒരു ഓഫീസറിൻ്റെ നെയിം വരുന്നത് വെൽസ് എന്നാണ്. The short note said that Jimmy was there at a appointed place on time. അപ്പം ആ ഒരു കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് ആ ഒരു കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് അതേ ദിവസം അതേ ടൈമിൽ തന്നെ നമ്മുടെ ഈ ഒരു ജിമ്മി വെൽസ് എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് വെൻ
He struck the match to light his cigar. Jimmy saw it was the face of the man wanted in Chicago. അപ്പോഴാണ് എന്താണ് പെട്ടെന്ന് ഇയാൾ ഈ ഒരു ജിമ്മി വെൽസ് അയാളുടെ സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് മാച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ എന്താണ് ഈ ഒരു പോലീസുകാരൻ ജിമ്മി വെൽസ് ഇപ്പം പോലീസുകാരനാണ് കേട്ടോ. അപ്പോൾ ഒരു പോലീസുകാരനെ ആയിട്ടുള്ള ജിമ്മി വെൽസ് എന്താണ് ഏറ്റവും ചിക്കാഗോ പോലീസ് അന്വേഷിക്കുന്ന കൊടും ക്രിമിനൽ ആയിട്ടുള്ള സിൽക്കി ബോബ്, അതായത് ഇയാളെ കാണാണ് ചെയ്യുന്നത്. He could not arrest his friend himself and had sent a patrolman in plain clothes to do the job. അപ്പോൾ എന്താണ് അപ്പോഴാണ് ഈ ഒരു നമ്മുടെ ജിമ്മി വെൽസിന് മനസ്സിലായത് ആ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബോബാണ്, കൂടാതെ ചിക്കാഗോ പോലീസ് അന്വേഷിക്കുന്ന ക്രിമിനൽ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തായാലും അയാളുടെ ഡ്യൂട്ടി ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യിക്കണം അല്ലേ, അയാൾ കുറ്റവാളിയാണല്ലോ. അതുകൊണ്ട് ഇയാൾ ഈ ഒരു ജിമ്മി വെൽസ് വേറൊരു പ്ലെയിൻ കോട്ട്സിൽ, അതായത് പോലീസിൻ്റെ യൂണിഫോം ഇല്ലാത്ത ഒരാളെ ഈ ഒരു ജോലി ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന്. ആ ഒരു ആളാണ് നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ടോൾമാൻ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്താണ് കഥയിൽ പറയുന്നത്? അതായത് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, 20 വർഷത്തിന് ശേഷം കാണാമെന്ന് പറഞ്ഞു. രണ്ടുപേരും ഒറ്റ ടൈം ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ കുറ്റവാളിയും ഒരാൾ പോലീസ് ഓഫീസറും ആയിരുന്നു. പോലീസ് ഓഫീസറിന് എന്തായാലും നീതി നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. ഇയാൾ കൊടും ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ ത്രാണിയില്ലാത്തത് കൊണ്ട് വേറൊരു പോലീസ് ഓഫീസറിനെ അതിന് വേണ്ടിയിട്ട് നിയമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞും കൊണ്ടുള്ള ഒരു ലെറ്റർ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഈ ഒരു ബോബിന് അല്ലെങ്കിൽ ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട് പോലീസ് ഓഫീസറായിട്ടുള്ള ജിമ്മി വെൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കഥ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രിട്ടൻഡ് ചെയ്യാം. കുറച്ചും കൂടെ നല്ല രീതിയിൽ പെരുമാറാമായിരുന്നു ഫ്രണ്ടിനോടെന്നൊക്കെ, അല്ലെങ്കിൽ ജിമ്മി വെൽസ് ചെയ്തത് ശരിയായി, ഒരു ക്രിമിനൽ ഫ്രണ്ടായിട്ട് കൂടെ ക്രിമിനലായ ആ വ്യക്തിയെ നീതിക്ക് മുന്നിൽ സമർപ്പിച്ചു, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ ചെയ്യാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ആകാൻ കാരണം അല്ലെങ്കിൽ ജനവാസമല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് അബൌട്ട് ദ പേഴ്സണാലിറ്റി ഓഫ് ദ മാൻ ഇൻ ദ ഡോർവേ ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹിസ് അപ്പിയറൻസ് ആൻഡ് ആക്ഷൻസ്. അപ്പം നമ്മളൊരു ഒരു കഥാപാത്രമായിട്ടുള്ള ബോബിനെ പരിചയപ്പെട്ടു അല്ലേ. ആ ഒരു ഡോർവേൻ്റെ മുന്നിലായിട്ട് നിൽക്കുന്ന ആളുടെ ഇൻഫേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമാനം എന്നാണ് കേട്ടോ. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ്, എന്താണ് നിങ്ങൾ അനുമാനിക്കുന്നത് നമ്മുടെ ആ ഒരു ഡോർവേൻ്റെ മുന്നിലായിട്ട് നിന്ന ആളുടെ പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ട്, അയാളുടെ ലുക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ അയാളുടെ ആക്ഷൻ കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അതിനെ അനുമാനിച്ചെടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹി ഈസ് ഹംബിൾ ആൻഡ് മോഡസ്റ്റ്. അപ്പോൾ എന്താ പറയുന്നത്? ഹംബിൾ ആൻഡ് മോഡസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീതവും എളിമയുള്ളവനുമാണ് അയാളെന്ന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് വരുന്നത് ഹി ഈസ് വെൽത്തി ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പം എന്താണ് ഹി ഈസ് വെൽത്തി ആൻഡ് കോൺഫിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ റിച്ച് ആണ് അല്ലേ, അത്രയും സമ്പന്നനുമാണ്, കൂടാതെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുമാണ്. സി വരുന്നത് ഹി ഈസ് ഷൈ ആൻഡ് റിസർവ്ഡ്. ഷൈ ആൻഡ് റിസർവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലജ്ജയും കരുണയുള്ള ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഓപ്ഷൻ ഡി നോക്കാം. ഹി ഈസ് കെയർലെസ് ആൻഡ് അൺകെപ്റ്റ്. കെയർലെസ് ആൻഡ് അൺകെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്രദ്ധയും വൃത്തിഹീനവുമായിട്ടുള്ള തന്നെയാണ് നമ്മൾ ഹീസ് കെയർലെസ് ആൻഡ് അൺകെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ഏതാണ് ഇതിൽ? അത് ഓപ്ഷൻ സി ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഹീസ് വെൽത്തി ആൻഡ് കോൺഫിഡൻറ്റ് അല്ലേ. അയാളുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അയാൾ എന്താണ് റിച്ച് ആണെന്ന് മനസ്സിലാക്കാം, കൂടാതെ അയാളുടെ പദവിയിൽ അയാൾ കോൺഫിഡൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് നോക്കാം. അതിൽ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അതിൽ ബി പാർട്ടാണ് വരുന്നത്. ഹൗ
ദിസ് മാൻ ഡിസ്ക്രൈബ്ഡ് ഹിസ് ജിമ്മി വെൽസ്. അയാളുടെ ഈ ഒരു ബോബിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മി വെൽസിനെ എങ്ങനെയാണ് ഈ ഒരു ബോബ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന്? ആസ് ഹിസ് വേഴ്സ്റ്റ് എനിമി. ഓപ്ഷൻ എന്താ? ഫസ്റ്റ് ഓപ്ഷന് അയാളുടെ പ്രധാന ശത്രു ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? തീർച്ചയായിട്ടും തെറ്റാണ് അല്ലേ. സ്വന്തം ഫ്രണ്ടിൻ്റെ ബ്രദറിനെ പോലെയാണെന്നാണ് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. പിന്നീട് എന്താണ് വരുന്നത്? ആസ് എ കണ്ണിങ് ആൻഡ് എ ക്ലെവർ പേഴ്സൺ. കണ്ണിങ് ആൻഡ് ക്ലെവർ, തന്ത്രശാലിയും ക്ലെവർ അത്രയും ബുദ്ധിശാലിയായിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുഴപ്പമില്ല, പക്ഷെ തന്ത്രശാലി അല്ലല്ലോ. ഇറ്റ്സ് നോട്ട് എ കണ്ണിങ് അല്ലേ. അപ്പോൾ അതും തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ആൻഡ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഹിസ് ബെസ്റ്റ് ചം ആൻഡ് ദ ഫൈനസ്റ്റ് ചാപ്പ് ഇൻ ദ വേൾഡ്. അത് നമുക്ക് എന്താ പറയുന്നത്? ശരിക്കും സുഹൃത്തുക്കളെ കൂടുതൽ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് പ്രതിപാദിക്കാം കേട്ടോ. അതായത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അധ്യായം എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് ആസ് ഹിസ് ബെസ്റ്റ് ചം ആൻഡ് ഫൈനസ്റ്റ് ചാപ്പ് ഇൻ ദ വേൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു മാൻ ഓഫ് ഹയസ്റ്റ് ക്വാളിറ്റി എന്നുകൊണ്ട് നമുക്ക് പറയാം. അപ്പം സ്വന്തം ഫ്രണ്ടിനെ ഇത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ അഞ്ചാമത്തേൽ ബി പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ സി ആണ് കേട്ടോ. അതിൻ്റെ ക്വസ്റ്റ്യനിൽ സി ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ദാറ്റ് ഈസ് ആസ് ഹിസ് ബെസ്റ്റ് ചം ആൻഡ് ഫൈനസ്റ്റ് ചാപ്പ് ഇൻ ദി വേൾഡ്. ഇവിടെ എന്താണ് വെച്ചാൽ ഹിസ് വെൽത്തി ആൻഡ് കോൺഫിഡൻറ്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വൈ ഡിഡ് ദ മാൻ ട്രാവൽ ടു ദ വെസ്റ്റ് ടു മേക്ക് ഹിസ് ഫോർച്യൂൺ? എന്തുകൊണ്ടാണ് ഈ ഒരു മനുഷ്യന് ബോബ് ഈ ഒരു ന്യൂയോർക്ക് സിറ്റീൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയത്? അയാളുടെ ഈ ഒരു ലെക്ക് ഉണ്ടാക്കാനായിരുന്നു എന്നാണ്. അപ്പം എന്താണ്? അതായത് കൂടുതലും വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് പടിഞ്ഞാറ് ഭാഗങ്ങളാണ് ന്യൂയോർക്ക് സിറ്റീൻ്റെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോർ മണി ഉണ്ടാക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് അയാൾ വെസ്റ്റിനെ തിരഞ്ഞെടുക്കാൻ കാരണം കേട്ടോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ജിമ്മി വെൽസ് ആൻഡ് ഹിസ് ഫ്രണ്ട് ഗ്രൂ അപ്പ് ഇൻ ന്യൂയോർക്ക്. വെർ ഡിഡ് ജിമ്മി വെൽസ് ആൻഡ് ദി മാൻ ഇൻ ദി ഡോർവേ ഗ്രോ അപ്പ്? അപ്പോൾ എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വേർ ഡിഡ് ജിമ്മി വെൽസ് ആൻഡ് മാൻ ഇൻ ഡോർവേ ഗ്രോ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ കണ്ടിട്ടുള്ള ബോബിനെയാണ് മാൻ ഇൻ ദി ഡോർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡോർവേൻ്റെ അടുത്ത് നിൽക്കുന്ന മാൻ ആരാണ്? ബോബാണ് അല്ലേ. ആ ബോബ് അയാളുടെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മി വെൽസ് എവിടെയാണ് ഗ്രോ ചെയ്തിട്ടുള്ളത്? എവിടെയാണ്? ന്യൂയോർക്ക് സിറ്റിയിലാണ് അല്ലേ ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദ മാൻ ടു മേക്ക് ഹിസ് ഫോർച്യൂൺ? ഹൗ ഡിഡ് ദി മാൻ ടു മേക്ക് ഹിസ് ഫോർച്യൂൺ? എങ്ങനെയാണ് ഈ ഒരു ഗുഡ് ഫോർച്യൂൺ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ എന്തുകൊണ്ടാണ്? അതായത് നമുക്ക് പറയാം അയാൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. ഹി ഹാഡ് ഗോൺ ടു ദ വെസ്റ്റ് ടു മേക്ക് ഹിസ് ഫോർച്യൂൺ. അപ്പം അവിടെ താമസിച്ചുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായിട്ട് ബുദ്ധിപരമായിട്ടൊക്കെ നീങ്ങിയത് കൊണ്ടാണ് അദ്ദേഹം അത്രയ്ക്കും വലിയ ഉന്നതിയിലേക്ക് എത്താൻ കാരണമായിട്ടുണ്ടായിരുന്നത്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് ദ മാൻ കോൺഫിഡൻറ്റ് ദാറ്റ് ജിമ്മി വിൽ കീപ് ഹിസ് പ്രോമിസ്? എന്തുകൊണ്ടാണ് ആ ഒരു ബോബിന് അത്ര വലിയ കോൺഫിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും ജിമ്മി വരുന്ന അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പോലീസുകാരനോട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ കോൺഫിഡൻ്റ് ആവാൻ കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. കാരണം എന്താണ്? അയാൾ അത്രയും ആ ഒരു ജിമ്മിനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ കൊടുത്തിരിക്കുന്ന പ്രോമിസ് നിറവേറ്റുമെന്ന് അറിയാമായിരുന്നു. മോസ്റ്റ് ലോയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് അവരുടേതെന്ന് അവർക്ക് അത്രയ്ക്കും വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം കേട്ടോ. അതങ്ങനെ എഴുതിയാലും മതി നിങ്ങൾ. ദ മാൻ തിങ്സ് ജിമ്മി വാസ് ദ മോസ്റ്റ് ലോയൽ ഓഫ് ഫ്രണ്ട്സ് ആൻഡ് വിൽ ടേൺ അപ്പ് ഫോർ ദ മീറ്റിംഗ്. ഓക്കെ, ഇത് എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് വരുന്നത് വാട്ട് ഡസ് ദ മാൻ തിങ്ക് ഓഫ് ഹിസ് ഫ്രണ്ട് ജിമ്മി വെൽസ്? എന്താണ് ഈ ഒരു മാൻ അയാളുടെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മി വെൽസിനെ കുറിച്ച് ആലോചിക്കുന്നത്? അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? ഈ ഒരു മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മി വെൽസ് ആരാണ്? മോസ്റ്റ് ലോയൽ ഫ്രണ്ടാണ് അല്ലേ. അയാളുടെ ഏറ്റവും മോസ്റ്റ് ലോയൽ ആയിട്ടുള്ള ഫ്രണ്ടാണ് ജിമ്മി വെൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
വാട്ട് ഡസ് ദ മാൻ ഷോ ടു ഇൻഡിക്കേറ്റ് ഹി ഹാസ് ഡൺ വെൽ ഔട്ട് വേസ്റ്റ്. അപ്പോൾ എന്താണ് ഈ ഒരു മാൻ്റെ, ബോബിനെയാണ് ഇവിടെ മാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് ദ മാൻ ഷോ ടു ഇൻഡിക്കേറ്റ് ഹി ഡസ് വെൽ ഔട്ട് വെസ്റ്റ്. ആ ഒരു പടിഞ്ഞാറ് ഭാഗത്തേക്ക് അയാൾ പോയിട്ട് അയാളുടെ ഗുഡ് ഫോർച്യൂണിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം അവിടെ എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ നമ്മൾ സമ്മറി പറഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു ദാറ്റ് ഈസ് ഒരു സ്മോൾ വാച്ച് ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ വിത്ത് സ്മോൾ ഡയമണ്ട്സ്. അപ്പോൾ ഇതാണ് അയാളുടെ ആ ഒരു അത്രയും വലിയ വെൽ റിച്ച്ഡ് ആയിട്ടുള്ള കാര്യത്തെ ഓർമ്മിപ്പിക്കുന്ന, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വസ്തു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹൗ ഡസ് ദ വെദർ ചേഞ്ച് ആസ് ദ സ്റ്റോറി പ്രോഗ്രസസ്. അപ്പം ഈ ഒരു സ്റ്റോറി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു വെദറിനുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഫൈനായിട്ടാണ്, നോർമലായിട്ടുള്ള വെതറായിരുന്നു ഉണ്ടായിരുന്നത്. തണുപ്പുണ്ടെങ്കിലും അത് അത്ര തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റോറി ബിഗിൻ ചെയ്ത് എൻഡിലേക്ക് എത്തുമ്പോഴേക്കും കൂടുതലായിട്ടുള്ള കാറ്റ് ശക്തമായിട്ട് വീശിയിട്ടുണ്ടായിരുന്നു, തണുപ്പ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. കോൾഡ് ഡ്രിസിൽ വിത്ത് സ്റ്റഡി വിൻഡ്. ഓക്കെ. 14ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ചേഞ്ച് ദാറ്റ് ബോബ് നോട്ടീസ്ഡ് ഇൻ ഹിസ് ഫ്രണ്ട് ജിമ്മി. അപ്പം എന്താണ് 14ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, അതായത് അയാളുടെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മിയിൽ എന്ത് മാറ്റമാണ് ബോബ് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കണ്ടിട്ടുണ്ടായിരുന്നതെന്നാണ്. അപ്പോൾ എന്താണ്, അതായത് അയാളുടെ കുറച്ചും കൂടെ ഇഞ്ച് വലുതായിട്ടുണ്ടെന്ന് അല്ലേ. ഫസ്റ്റ് മീറ്റിൽ തന്നെ ബോബിന് തോന്നിയിട്ടുണ്ടായത് ജിമ്മി ഇപ്പം കുറച്ച് മുൻപത്തേക്കാളും 3 ഇഞ്ച് ടോളറായിട്ടുണ്ടെന്നാണ് ഫസ്റ്റ് ഇയാൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് ബോബ് റെക്കഗ്നൈസ് ദാറ്റ് ദ ടോൾ മാൻ ഹി വാസ് ടോക്കിംഗ് ടു വാസ് നോട്ട് ജിമ്മി. അപ്പം 15ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ബോബ് എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഇയാളുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇയാളുടെ ഫ്രണ്ടായിട്ടുള്ള ജിമ്മി അല്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ്, അതായത് അയാളുടെ എന്താണ് മൂക്കിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അത് വേറെയായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടും ആണ്. പിന്നെ ആണെങ്കിൽ the two men turned to have a good look at each other. Bob at once noticed that the man who had claimed to be Jimmy Wells had a pug one while Jimmy had a Roman nose. അതായത് എന്താണ്, നമ്മുടെ ഈ ഒരു ഫ്രണ്ടിന് ജിമ്മിക്ക് റോമൻ നോസാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇയാളുടെ മുന്നിലിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് പഗ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഷേപ്പുള്ള ഒരു മൂക്കായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. 2 സുഹൃത്തുക്കളെ കഥ പറയുന്നതാണ് നമ്മുടെ ഈ ഒരു ആഫ്റ്റർ 20 years എന്ന് പറയുന്ന സ്റ്റോറി. അപ്പോൾ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കാം. എനിവേ താങ്ക് യു.